കോട്ടയത്ത് MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും കോട്ടയം ആഘോഷങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല. അനീഷിന്റെ സ്വന്തം നാടും കോട്ടയത്താണ്, അവിടെ തന്നെയാണുള്ളത്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പാണോ? ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ലോകമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും അതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. തിരുപ്പിറവിയുടെ കാത്തിരിപ്പിനായുള്ള നിമിഷങ്ങളാണ് ഇനി. എന്തായാലും ക്രൈസ്തവരും മതജാതി ഭേദമന്യുള്ള ആളുകളും അവരുടെ വീടുകളും മറ്റുമൊക്കെ വലിയ രീതിയിൽ അലങ്കരിച്ച് പുൽക്കൂടുകൾ ഒരുക്കിയൊക്കെയാണ് തിരുപ്പിറവിക്കായി കാത്തു നിൽക്കുന്നത്. നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ മാന്നാനം KE സ്കൂൾ പരിസരത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾക്കൊപ്പം ചേരുന്നത്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നാമധേയത്തിലുള്ള വിദ്യാലയം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ ഒരു പുൽക്കൂട്, അല്ലെങ്കിൽ ഈ ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളുടെ ഒരു വലിയ അലങ്കാരങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വെള്ളച്ചാട്ടവും വലിയ സാന്താക്രൂസ്, ക്രിസ്മസ് പപ്പ, അദ്ദേഹം ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ, മാനുകൾ തെളിച്ച് പോകുന്ന സാന്താക്രൂസിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും വളരെ ഗംഭീരമായ ആഘോഷങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം ആളുകളിലേക്ക് തന്നെ നമുക്ക് നീങ്ങാം. നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും മുഖ്യ രക്ഷാധികാരിയായ ആളിലേക്ക് തന്നെ നീങ്ങാം. ഫാദർ, ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം എല്ലാ ഇടത്തും മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓൾറെഡി ആഘോഷം തുടങ്ങി. കഴിഞ്ഞ 21-ാം തീയതി നമുക്കിവിടെ കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് ഡേ ആയിരുന്നു. കൊച്ചുകുട്ടികളുടെ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിൻ്റെ അവർക്ക് നമ്മൾ ആഘോഷമായിട്ട് ക്രിസ്മസ് പരിപാടിയോടുകൂടിയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വലിയൊരു കരോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പശ്ചാത്തലം ഈ ഒരു ക്രിബാണ്. ഈ ക്രിബ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ ചെയ്യാറുണ്ട്. ഈ വർഷം ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു വലിയ മല, ആ മലയുടെ അകത്ത് നമ്മൾ ക്രിബ് സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഈ ഒരു ഗുഹയുടെ ഒരു എൻട്രൻസ് ആണ്. ഇതിലെ കയറുമ്പോൾ ഒരു കേവാണ്. ആ ഗുഹയ്ക്കകത്തൂടെ കയറുമ്പം നമ്മുടെ ഉൽപ്പത്തി മുതൽ ബൈബിളിലെ പഴയ നിയമമായിട്ട് ആ സ്റ്റോറി കണക്ട് ചെയ്ത് നമ്മൾ ക്രിസ്തുവിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുന്ന ഭാഗവും പിന്നീട് മംഗളവാർത്തയും അതിനുശേഷം യോസേപ്പ് പിതാവും മാതാവും കൂടെ പേരെഴുതിക്കാൻ പോകുന്നതും പിന്നെ ഉണ്ണീശോയുടെ പിറവിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വർഷം ക്രിബ് സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു എല്ലാവർക്കും ഒരു റിലാക്സേഷൻ. നമ്മുടെ ആളുകളൊക്കെ ക്രിസ്മസ് ആയിട്ട് പുറത്തിറങ്ങി എല്ലായിടത്തും ദീപാലങ്കാരങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഈ ഒരു ആംബിയൻസ് വന്നിട്ട് പിള്ളേരും എല്ലാവരും കൂടെ വന്ന് കുറച്ച് സന്തോഷമൊക്കെ ആയിട്ട് പോവുക. ക്രിസ്മസ് സന്തോഷമാണല്ലോ. ആ രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അങ്ങനെ എല്ലാ വീടുകളിലൊക്കെ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവമായിട്ട് ക്രിസ്മസ് മാറാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് നമ്മളിത് ചെയ്യിക്കുന്നത്. ഏറ്റവും വലിയൊരു ആഘോഷം അല്ലെങ്കിൽ സന്തോഷം പകരുന്ന ഒരു ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ ഒരു ജന്മദിനം, അല്ലേ? അതിൻ്റെ ഒരു സന്ദേശം വലുതല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളെ ഇതൊരു ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും ഒരു ഇതിലല്ല നമ്മൾ കാണേണ്ടത്. കാരണം ഇത് ആളുകൾ ഒരു കുഞ്ഞിൻ്റെ പിറവിയിലെ സന്തോഷിക്കുകയാണ്. കാരണം ആ കുഞ്ഞുങ്ങളെയാണ് ക്രിസ്തു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു നിഷ്കളങ്കതയും ശാലീനതയും, അതാണ് നമ്മൾ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് ആകാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ക്രിസ്മസ് നമ്മൾ കണ്ടാലേ ഇതൊരു സന്തോഷത്തിന്റെ അവസരമാണ്. ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലെ എങ്ങനെയൊക്കെയായി ആഘോഷങ്ങളൊക്കെ? ആഘോഷം ഇങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ വന്നിരിക്കുന്നു. ഇവിടെ വന്ന് നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസ്, വലിയ പുൽക്കൂടുണ്ട്, അല്ലേ? ഈ പ്രത്യേക ഒരു ഗുഹ ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതെ, വളരെ നന്നായിട്ടുണ്ട്. ഓരോ വർഷം ഇവിടെ എല്ലാ വർഷവും ഉണ്ട്. പക്ഷേ ഈ വർഷം വെച്ച് ഭയങ്കര വിപുലമായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മറ്റാഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? നാളെ ഈ വീടുകളിൽ വലിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ കാര്യം പറയണ്ടല്ലോ, അല്ലേ? അതെ അതെ അതെ. എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? നന്നായിട്ട് ഫുൾ വൈബാ? ഫുൾ വൈബ്. നമ്മൾ എല്ലാ വർഷവും വരാറുണ്ട് സ്കൂളിൽ തന്നെ. ഇവിടുത്തെ ഡെക്കറേഷൻസ് പ്രത്യേകമായിട്ട് കാണാനായിട്ട് ഈ വർഷം ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ഭയങ്കര ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടെയുള്ള ഇവിടുത്തെ നാട്ടിൽ തന്നെ ഉണ്ടോ? അതോ ഇവിടെ തന്നെയുള്ള അതിരമ്പുഴ? അല്ല, ഇവിടെ വല്ല പുറത്ത് പഠിക്കുമല്ലോ? ഇവിടെ തന്നെ കോട്ടയത്ത് തന്നെയുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് ആഘോഷങ്ങൾ ഇനി ഇപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. രാത്രി കുർബാനയ്ക്ക് പോകുന്നു, അതേപോലെ തന്നെ നോയമ്പ് മുറിക്കുന്നു. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ ബിസിയാണ്. കരോള് പരിപാടികളായിട്ട് എല്ലാവരും ആഘോഷങ്ങളാണ്. അതെ അതെ. ഗ്രാൻഡ് അല്ലേ? കോട്ടയത്തിന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കോട്ടയത്തിന്റെ ഒരു വൈബാണ് ഈ പ്രോഗ്രാം. KE സ്കൂളിൽ എല്ലാ വർഷവും
ഈ പ്രോഗ്രാം നടക്കുന്നതാണ്. ഇത്ര വളരെ ഗ്രാൻഡായിട്ടാണ് നടത്തിയിരിക്കുന്നത്. മുല്ലശ്ശേരിച്ചിൻ്റെ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യമാണ്. നന്നായിട്ടുണ്ട് ഇത്തവണത്തെ വർക്ക്. എന്തായാലും നമുക്ക് ഈ സജ്ജീകരണങ്ങളൊന്ന് കാണാം. ഈ സാന്താക്രൂസ് പോകുന്ന ഒരു വലിയ വാഹനമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് അപ്പുറത്തേക്കൊരു ഗുഹയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഗുഹയ്ക്കുള്ളിൽ ഈ ആദവും അവയും മുതൽ തിരുവിപ്പിറവി വരെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗുഹയിലൂടെ തന്നെ ഒന്ന് പ്രവേശിക്കാം. എന്തൊക്കെയാണ് ഇവിടെ കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദവും അവയുമാണ്. അവർ ആദിഭാവം എന്ന ഒരു പ്രമേയത്തിൽ അധിഷ്ഠിതമായാണ് ഈ ഒരു ഗുഹയ്ക്കുള്ളിലെ ആദ്യ ഭാഗം. അവിടെ നിന്ന് വീണ്ടും ഇത് മുന്നോട്ട് പോകുമ്പോൾ വളരെ പെട്ടെന്ന് നോക്കിയാൽ വീണ്ടും രണ്ടാം ഭാഗത്തിലേക്ക് എത്താം. അവിടെയും ഇതുപോലെ തന്നെയുള്ള ഒരു തീം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് രണ്ടാം ഭാഗം. വീണ്ടും അവിടെ നിന്നും ഈ ഗുഹയിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ കാഴ്ചക്കാരെ കാത്ത് കാഴ്ചകൾ ഉണ്ട്. അവിടെ ഈ പാലാക്കിയൊക്കെ നിൽക്കുന്ന ദൃശ്യങ്ങൾ അതൊക്കെ വളരെ മനോഹരമായ ശബ്ദ വിന്യാസങ്ങളുടെ പിന്തുണയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ നിന്നും വീണ്ടും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കുതിരപ്പുറത്തേറി ആളുകൾ പോകുന്നത്, ഗർഭിണിയായ ദൈവമാതാവ് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എത്തുമ്പോഴാണ് ശരിക്കും ഒരു അത്ഭുത ലോകമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തിരുപ്പിറവിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു പുൽക്കൂട് തന്നെ ഒരുക്കിയിരിക്കുന്നത്. വലിയ വിസ്താരമായ ഒരു ഇടത്തിലാണ്. മാലാഖമാരുണ്ട്, ആടുകളുണ്ട്, മറ്റ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ക്രിസ്തുമത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ആഘോഷങ്ങൾക്ക് കൊഴുപ്പേക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വിപുലമായ രീതിയിൽ ഒരു ആഘോഷങ്ങൾ നടക്കുന്നു. വലിയ ഒരു പുൽക്കൂട് ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിലാണ് ഈ കോട്ടയത്തെ ആഘോഷങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും പാതിര കുർബാനകൾ നടത്തും. ഒപ്പം വീടുകളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ അലങ്കരിച്ച് മനോഹരമാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കോട്ടയത്തെ വിശേഷങ്ങളാണ് അനീഷ് കുമാർ നൽകിയത്. കോട്ടയത്ത് എന്തായാലും